അപ്പോൾ ഞങ്ങൾ ബബ്ബ ബാൻഡായിട്ട് ഇപ്പോൾ ഇറങ്ങിയതേ ഉള്ളൂ. പടം ഒരു രക്ഷയില്ല, നല്ല അടിച്ചുപൊളി പടം. അതെ, പിന്നെ കോമഡി ടൈമിൽ പക്ക വർക്കൗട്ട് ആയിട്ടുണ്ട്. പിന്നെ പഴയ ലാലേട്ടൻ ദിലീപ് റെഫറൻസ് കണ്ടിന്യൂസ് ആയിട്ട് സിനിമയിലുണ്ട്. അതെ, അതുപോലെ പല ആൾക്കാരുടെ റെഫറൻസ് ഇതിനകത്തുണ്ട്. പിന്നെ ദേവജിയുടെ മെയിൻ പഴയ നമ്മൾ ഓർമ്മിപ്പിക്കുന്ന കുറേ കാര്യങ്ങളുണ്ട് അതിനകത്ത്. അതെ, അതൊക്കെ അത്യാവശ്യം ഫണ്ണിയായിരുന്നു. പിന്നെ പടം ഞാൻ പറഞ്ഞില്ലേ, ഒരു വൈബ് പടമാണ്. ഇൻട്രോയിൽ തന്നെ ഒരു കിടിലം വൈബായിരുന്നു. പിന്നെ ഫൈറ്റും അത്യാവശ്യം കൊള്ളാം. അതെ, പിന്നെ അതേപോലെ എന്ന് പറഞ്ഞാൽ ലോജിക്ക് ഒന്നും നോക്കരുത്, അവർ അത് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. ലാലേട്ടൻ ഓൾറെഡി ഇന്റർവ്യൂ പറഞ്ഞായിരുന്നു ലോജിക്ക് നോക്കല്ലോ എല്ലാവരും കാണുന്നത്. സത്യം. അതേപോലെ കഥയെന്ന് പറയുന്നത് ഒരു ആവറേജ് കഥയൊക്കെ തന്നെയാണ്, പക്ഷെ അവരത് എടുത്തു വെച്ചിരുന്ന രീതി അത് സെറ്റായിരുന്നു. അതുകൊണ്ട് തന്നെ അധികം ലാഗോ കാര്യങ്ങളോ ഒന്നും തോന്നിയില്ല. പിന്നെ പെർഫോമൻസ് അടിപൊളിയായിരുന്നു, രണ്ടുപേരും നല്ലപോലെ നമുക്ക് എൻഗേജ് ചെയ്യാൻ പറ്റി. അതേപോലെ പിന്നെ പറയാനുള്ളതെന്ന് പറഞ്ഞാൽ പടത്തിൻ്റെ ക്ലൈമാക്സിൽ കുറച്ച് മെസ്സേജൊക്കെ തരുന്നുണ്ട്, അതൊക്കെ നൈസായിരുന്നു. പിന്നെ അതേപോലെ ഇതിൽ ഇഷ്ടംപോലെ ഫോർത്ത് വാൾ ബ്രേക്കിംഗ് സീൻസ് കുറച്ചുണ്ടായിരുന്നു, അപ്പോൾ അതൊക്കെ നല്ല രസകരമായിരുന്നു. ഓവറോൾ ഒരു എബോവ് ആവറേജ് ഫീൽ തന്നെ ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പം എല്ലാതരം പ്രേക്ഷകരും ഇത് ഇഷ്ടപ്പെടും. സിനിമ കണ്ടവർ കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തുക. ഓക്കെ.